കാലത്ത് ദോശ ഇഡ്ഡലിയൊക്കെ കഴിച്ച് മടുത്തു തുടങ്ങിയില്ലേ? എന്നാൽ നമുക്ക് ഇന്ന് ഒരു കപ്പ് അവല് വെച്ചിട്ട് നല്ല സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കിടിലൻ ഊത്തപ്പം ഉണ്ടാക്കിയാലോ? അപ്പോൾ ഹോം ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനാദ്യം വേണ്ടത് ഒരു കപ്പ് കഴുകി നനച്ചു വെച്ച അവല്, ഒരു കപ്പ് റവ, ഒരു കപ്പ് തൈര്, അര കപ്പ് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം, അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, ക്യാരറ്റ്, ഒരു ടീസ്പൂൺ ജീരകം, 2 പച്ചമുളക് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മല്ലിയില, 1 കപ്പ് വെള്ളം, പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ. അപ്പോൾ ആദ്യം നമുക്ക് അവല് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ റവയും തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണ്ട, ചെറുതായിട്ട് ഒരു തരി വരുന്ന പോലെ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര കപ്പ് വെള്ളം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് അരച്ചെടുക്കണം. ആവശ്യമാണെങ്കിൽ നമുക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ കിട്ടിയാൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ജീരകം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വഴച്ചെടുക്കണം. നന്നായിട്ട് വഴച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി പച്ചമുളക്, ക്യാരറ്റ്, ക്യാപ്സിക്കം എന്നിവ ചേർത്തിട്ട് 2 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് വഴച്ചു കൊടുക്കാം. ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം ചൂടാറിയ ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു 1/4 ടീസ്പൂണിൽ കുറവ് ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഫുള്ള് വേണ്ട, അതിൽ കുറച്ച് കുറവ് മതി, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ബാറ്റർ അധികം കട്ടിയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കൺസിസ്റ്റൻസി ശരിയാക്കാം കേട്ടോ. പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസി നല്ലതാണ്. ഞാൻ ഊത്തപ്പം ചുട്ടെടുത്തപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ദോശക്കല്ല് അല്ലെങ്കിൽ ഒരു പാന് ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ഓയിൽ അതിൻ്റെ മുകളിൽ തടവി കൊടുക്കാം. ഇനി ഒരു തവി കൊണ്ട് ബാറ്റർ ഒഴിച്ചിട്ട് അധികം പരത്താതെ ഊത്തപ്പത്തിൻ്റെ കട്ടിയിൽ തന്നെ ഞാനിവിടെ ചുട്ടു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനും കനം കുറച്ചിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 4 മുതൽ 5 മിനിറ്റ് വരെ ഒരു സൈഡ് വേവിച്ചെടുക്കാം. വീണ്ടും മറിച്ചിട്ടിട്ട് 4-5 മിനിറ്റ് വരെ വേവിച്ചാൽ 2 വശവും നന്നായിട്ട് മുരിഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഊത്തപ്പം റെഡിയാകും. ഇതാ കണ്ടില്ലേ, നമ്മുടെ സ്പോഞ്ചിയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അവലൂത്തപ്പം റെഡി ആയിട്ടുണ്ട്. അവല് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയതെന്ന് ആരും പറയില്ല കേട്ടോ, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇത്തരത്തിലുള്ള എളുപ്പവും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.